റേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രധാനമായിട്ടും കാരണം എന്താന്ന് വെച്ചാല് കഴിഞ്ഞ ലോ ഓഫ് അട്രാക്ഷന്റെ നമ്മൾ Q&A ചെയ്തില്ലേ, അപ്പൊ അതിലൊരു ടോപ്പിക്ക് ഞാൻ പെൻഡിങ് നിർത്തിയിരുന്നു. അത് തന്നെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, അതായത് ലോ ഓഫ് അട്രാക്ഷൻ ഡെയിലി റുട്ടീനൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോ പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ അവർക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു റുട്ടീനിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യാനായിട്ട് അതെങ്ങനെയാണ്, കാരണം സമയം കാര്യങ്ങളൊന്നും ഒക്കുന്നില്ല. നമുക്കറിയാലോ, അവരോട് വെളുപ്പിനെ എഴുന്നേക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് തന്നെ ചിലപ്പോൾ വെളുപ്പിനെ ആയിട്ടായിരിക്കും. രാത്രി നമ്മളൊക്കെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അവര് രാത്രി പകലാക്കിയിരിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റുട്ടീൻ ഞാൻ ഉദ്ദേശിച്ചപ്പോഴാണ് ഈ പറയുന്ന രണ്ട് കാറ്റഗറി അല്ലാതെ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അവരെ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാണ്. അപ്പൊ ഈ ഒരു 3 കാറ്റഗറിയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ അവർക്കും അതുപോലെ അവർക്ക് പ്രോപ്പറായിട്ട് കെയറിങ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക്, അവരുടെ ഹസ്ബൻഡ്, നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണേണ്ടത് തന്നെയാണെന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം തന്നെ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ പോലും അവരുടെ ഉള്ളിൽ തന്നെ കുറെ നാളുകളായിട്ട് അവര് തന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചൊരു കാര്യം ഉണ്ടാവും, ഇനിയിപ്പൊ ഇതൊന്നും വിധിച്ചിട്ടില്ല, ഇനിയിപ്പോ ഞങ്ങൾക്ക് ഇതൊന്നും ഈ ഒരു ജന്മം കിട്ടാൻ പോകുന്നില്ല എന്നൊരു കാര്യം. അതായത് മടുപ്പ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവും. ഹോസ്പിറ്റലായിട്ടും ട്രീറ്റ്മെന്റ് ആയിട്ടും എവിടെയെങ്കിലും പോകാനായിട്ട് പോലും ഒരു ഉത്സാഹം ഉണ്ടാവില്ല. ബന്ധുക്കളൊക്കെ കൂടുന്ന സ്ഥലത്താണെങ്കിലും ഒരു കല്യാണത്തിനോ മറ്റെന്തെങ്കിലും ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോഴാണെങ്കിലും ആളുകളുടെ ഈ ചോദ്യം കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ. കുട്ടികളൊന്നും ആയില്ലേ, വിശേഷമായിട്ടില്ലേ, ആർക്കാണ് കുഴപ്പം, ഇങ്ങനെയുള്ള സ്ഥിരം പല്ലവികള്. ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് ആദ്യത്തെയൊക്കെ കുറെ നാള് നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല കല്യാണമൊക്കെ കഴിഞ്ഞ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളത് പ്രതീക്ഷിക്കുന്നതില് നമുക്ക് കിട്ടാതെ വന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു ഡോക്ടറെ പോയി കണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആ ഒരു സ്റ്റേജ് തുടങ്ങുന്നതോടെ നമ്മളുടെ മനസ്സൊന്ന് ഇടിയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. ഒരു ട്രീറ്റ്മെന്റിലേക്ക് കടക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഏറെക്കുറെ മനസ്സിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഒന്ന് അവിടെ പുറകോട്ട് വലിയും. പിന്നെ ഈ പറയുന്ന ആളുകളുടെ കുത്തുവാക്കുകളും അല്ലെങ്കിൽ പഴിചാരലും ഇതൊക്കെ ആകുമ്പോഴത്തേക്കും മനസ്സ് ആണുങ്ങളെക്കാൾ കൂടുതലായിട്ട് പെണ്ണുങ്ങളെയാണത് അഫക്റ്റ് ചെയ്യുക. അപ്പൊ ഏതൊരു സ്ത്രീക്കും ഉള്ളൊരു ആഗ്രഹമാണ് അമ്മയാവുക എന്നുള്ളത്. ആഗ്രഹമല്ല, ഒരു സ്ത്രീയുടെ അവകാശമാണ് ശരിക്കും പറഞ്ഞാൽ അത്. അപ്പൊ അങ്ങനെ ഉള്ള ആളുകളെ സംബന്ധിച്ച് എനിക്ക് ഒരു കാര്യമേ അവരുടെ അടുത്ത് പറയാനുള്ളൂ, ഒന്നിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് വരട്ടെ. നിങ്ങള് ഇനി ഈ ഒരു ജന്മം അങ്ങനെ എത്രയൊക്കെ പ്രായമായി ഇനി അത് കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കാൻ നമ്മൾ മനുഷ്യരാണ്, നമുക്കൊന്നിനും ഫുൾ സ്റ്റോപ്പ് ഇടണ്ട. കാരണം പ്രപഞ്ചമാണ് ഇത്, ദൈവമാണ് നമ്മളിലേക്ക് ഇത് എത്തിച്ചു തരിക. അപ്പൊ ഞാൻ ഇന്ന് തുടങ്ങി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും. ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ തുടങ്ങി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ, ഇതും കൂടി ഇനി ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ലാസ്റ്റ് പരീക്ഷണ വസ്തു എന്ന രീതിയിൽ നിങ്ങൾ ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ട. ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അതായത് ഇപ്പോ വിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണ്. ഇനി ഇതൊന്നും നടക്കില്ല, കിട്ടില്ല, ഒരു കുഞ്ഞിനെ ഒന്നും ഞങ്ങൾക്ക് ലഭിക്കില്ല എന്ന ചിന്താഗതിയെ ഇന്ന് തന്നെ നിങ്ങൾ ഇൻറ്റു മാർക്ക് ഇട്ടേക്കുക. ആ ഒരു ധാരണ നിങ്ങൾ തിരുത്തിയേക്കുക. അതിനുശേഷം രണ്ടാമത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് 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 പഠിപ്പിച്ചെടുക്കുക. ഇതുവരെ പഠിപ്പിക്കാത്ത ഒരു പുതിയ കാര്യം, അതായത് ഞാനൊരു അമ്മയാവാൻ അർഹയാണ്. ദൈവം ഒരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ എന്നെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിക്കാനായിട്ട് പോവുകയാണ്. എന്റെ ശരീരം അതിനായി പാകപ്പെട്ട് കഴിഞ്ഞു. ഞാൻ മാനസികമായും ശാരീരികമായും അതിന് തയ്യാറെടുത്തു കഴിഞ്ഞു. ഇങ്ങനെ നിങ്ങൾ പോസിറ്റീവായിട്ട് പറഞ്ഞു, കാരണം വർഷങ്ങളായിട്ട് അതിനകത്തുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അതെല്ലാം മാറ്റണമെങ്കിൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ കൊടുത്താണ് നമ്മുടെ മനസ്സിലെ നെഗറ്റീവിനെ എടുത്ത് നമുക്ക് എറിയാൻ പറ്റുള്ളൂ.
കാരണം ഓൾറെഡി നെഗറ്റീവുകളാൽ നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോ ആ ഒരു ഉപബോധ മനസ്സിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് മുഴുവൻ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ ഇട്ട് കൊടുക്കുക. ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ബെഡ്റൂമില് നല്ല ആരോഗ്യമുള്ള ഓമനത്വമുള്ള ഒരു കുഞ്ഞിന്റെ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പാകത്തിന് വെക്കുക. ആ പിക്ചർ കാണുമ്പോഴെല്ലാം അതുപോലെ ഒരു പൊന്നോമന ആ ഒരു മുറിയിലേക്ക് വരുന്നതും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതും എല്ലാം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. മൂന്നാമത്, സാധിക്കുമെങ്കിൽ നിങ്ങൾ ഒരു വിഷൻ ബോർഡ്, സാധിക്കുമെങ്കിൽ എന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ വിഷൻ ബോർഡിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ എപ്രകാരം വിഷൻ ബോർഡ് തയ്യാറാക്കണം എന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ ഇപ്പോ എന്താണ്, ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വിശ്വാസം ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഹസ്ബൻഡിന് വിശ്വാസം ഇല്ലാന്നിരിക്കട്ടെ. അപ്പോ ആള് പറയുകയാണ്, നിനക്കിതൊക്കെ എന്ത് ഭ്രാന്താണ്, ഇങ്ങനെ ഓരോ യൂട്യൂബേഴ്സ് വന്ന് വീഡിയോയിൽ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പോണത് കേട്ട് നിനക്ക് ഭ്രാന്തുണ്ട്, ഇതൊക്കെ ഉണ്ട് നടക്കാൻ പോണുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് അവിടെ വന്നു കഴിഞ്ഞു, അല്ലെ? നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യം അവിടെ വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രണ്ടു കൂട്ടർക്കും ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക. ആ വിഷൻ ബോർഡിൽ നിങ്ങൾ ഏതെങ്കിലും, ഇപ്പൊ സുഹൃത്തുക്കളുടെ ആകാം, ബന്ധുക്കളുടെ ആകാം, ഏതെങ്കിലും ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കാനായിട്ട് ശ്രമിക്കുക. എടുത്തിട്ട് ആ ഒരു പിക്ചർ, പിന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും കേട്ടോ, പക്ഷെ അല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് സീരിയലിലും സിനിമയിലും ഒക്കെ ആണെങ്കിലും ഗർഭിണികളായിട്ട് ആളുകൾ അഭിനയിക്കുന്നില്ല, യഥാർത്ഥത്തിൽ ഗർഭിണിയായിട്ടല്ലല്ലോ. ഒരു പില്ലോയോ പാവയോ എന്തെങ്കിലും കൊച്ചുകുട്ടികളില്ലേ ടോപ്പിനടിയിൽ വെച്ചിട്ട് ഗർഭിണിയായിട്ട് അഭിനയിക്കുന്നത്, അതേപോലെ ഗർഭിണിയായിട്ട് നിന്നുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് അതും വിഷൻ ബോർഡിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, അങ്ങനെ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക. അപ്പൊ ഒന്ന്, ഈ പറയുന്ന ഫോട്ടോ നിങ്ങളുടെ ആദ്യം മാനസികമായിട്ട് നിങ്ങൾ അതിനായിട്ട് തയ്യാറെടുക്കുന്നു, പോസിറ്റീവ് അഫർമേഷൻ കൊടുത്തുകൊണ്ട് രണ്ടാമത് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നു. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് ഞാൻ അതിന്റെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ആ ഒരു ബോട്ടിലിൽ എടുത്തിട്ട് നിങ്ങൾ പോസിറ്റീവ് അഫർമേഷൻ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് അഫർമേഷൻ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ആ പേപ്പർ നിങ്ങൾ വാട്ടർ ബോട്ടിലിന് ചുറ്റുമായിട്ട് നിങ്ങളൊന്ന് ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് അതിൽ ജലം നിറച്ചിട്ട് നിങ്ങൾ ആ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ നിങ്ങൾ പറഞ്ഞ് വിഷ്വലൈസ് ചെയ്യുക. ഏതൊക്കെയാണ് ഈ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ടുള്ള എൻ്റെ കഴിവിന് നന്ദി, ഞാൻ ആരോഗ്യപരമായിട്ട് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ തക്കവണ്ണമുള്ള ആരോഗ്യം, മാനസികമായും ശാരീരികമായിട്ടും ഉള്ള ഒരു ആരോഗ്യം എനിക്ക് ഇപ്പോഴുണ്ട്. ദൈവം എന്നെ വിശ്വസിച്ച് ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എന്നെ ഏൽപ്പിക്കുകയാണ്, ഞാൻ ഒരു കുഞ്ഞിന്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഗർഭിണികളാകാൻ പോകുന്നവര്, ആയിട്ടില്ലാത്തവരാകാൻ പോകുന്നവര് ഒരിക്കലും നിങ്ങൾ ആ ഗർഭിണി ആവുക എന്നുള്ളതല്ല ടാർഗറ്റ് വെക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണിയായി നിങ്ങൾ അറിയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആ കാർഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ആ ലൈൻ തെളിയുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ യെസ് യു ആർ ക്യാരിങ് എന്ന് പറയുന്നത്, അവിടെ ഒന്നും അല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ സ്കാനിങ്ങിന് പോകുന്നതൊന്നും. നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞ ആ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടി, ആ ഒരു പിഞ്ച് ഓമനെ നിങ്ങൾ കയ്യിലെടുത്ത് പിടിക്കുന്നത്, അത് ഫീൽ ചെയ്യാട്ടോ. നമ്മൾ ആ ഒരു കുഞ്ഞിനെ തൊടുമ്പോഴത്തെ ആ കുഞ്ഞിന്റെ ഒരു മണം, അതുപോലെ അതിനെ കയ്യിലെടുക്കുമ്പോഴത്തെ ഒരു കൊച്ചു കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോഴത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ, അതിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴത്തെ ആ ഒരു ഫീല്, ഇതെല്ലാം നിങ്ങൾ അതിലേക്ക് കൊടുത്തുകൊണ്ട് ആ ഒരു വെള്ളം നിങ്ങളും കുടിക്കുക, ഹസ്ബൻഡിനും അത് കുടിക്കാൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ കിടക്കുക. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്ന സ്ക്രിപ്റ്റിംഗ് മെത്തേഡും കൂടിയാണ്. ഈ 4 കാര്യങ്ങളാണ് പ്രഗ്നന്റ് ആകാൻ പോകുന്നവര്, അല്ലെങ്കിൽ ഇതുവരെ ആയിട്ടില്ല, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി ഒരു കുഞ്ഞിക്കാല് കാണാനായിട്ട് ഭാഗ്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞവര്, നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ കൊടുത്തുകൊണ്ട്, 2 വിഷൻ ബോർഡ്, 3 വാട്ടർ മാനിഫെസ്റ്റേഷൻ, 4 സ്ക്രിപ്റ്റിംഗ് മെത്തേഡ്. ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റിംഗ് എഴുതുമ്പോൾ ഇതുപോലെ തന്നെ ആ കുഞ്ഞുവാവ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങള്, അതിന്റെ ആ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനെ കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും അമ്പലങ്ങളോ പള്ളിയോ നേർച്ച കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി ആ വഴിപാട് ചെയ്യുന്നത്,
അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, പിന്നെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളെ പുച്ഛിച്ചിട്ടുള്ള കളിയാക്കിയിട്ടുള്ള ബന്ധുക്കളുടെ മുമ്പാകെ നിങ്ങൾ ആ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത്, അവരെ അതിനെ എടുക്കുന്നത്, ഓമനിക്കുന്നത്, റൂം നിറയെ കളിപ്പാട്ടങ്ങള് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ആകെ ബിസി ആയിട്ട് കുഞ്ഞിന് എന്താണ് ഭക്ഷണം കൊടുക്കുന്നത്, അതായത് കുറുക്ക് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെ കുളിപ്പിക്കുന്നത്, ഇതെല്ലാം ആയിരിക്കണം നിങ്ങളുടെ വിഷ്വലൈസേഷൻ. ആക്ട് ആസ് ഈഫ് എന്ന് പറയും. അതായി കഴിഞ്ഞാൽ, അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണോ അതുപോലെ നിങ്ങൾ സന്തോഷത്തോടു കൂടി പെരുമാറുക. ആ വീട്ടിലെ റുട്ടീൻ എല്ലാം മാറിയിരിക്കുന്നു. ഇപ്പൊ ഒരു കുഞ്ഞു ആവയുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ റുട്ടീൻ, അതേപോലെ നിങ്ങൾ പെരുമാറുക. ഇതൊക്കെ തന്നെയും ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടിയിട്ടുള്ളതാണ്. ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവര് പറഞ്ഞതാണ്. വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാനായിട്ട് കാത്തിരുന്നവര് അത് കേട്ടിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ അതാണ് എനിക്ക് അവരുടെ അടുത്ത് പറയാനായിട്ടുള്ളത്. പിന്നെ ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടുള്ളവര്. ഇപ്പൊ പ്രഗ്നന്റ് ആണ്, അവർക്ക് ലോ ഓഫ് അട്രാക്ഷൻ റൊട്ടീൻ ചെയ്യാനായിട്ടാണെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യം ഓക്കെ ആയിട്ടാണെങ്കിൽ എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ചിലർക്ക് ഛർദി കാര്യങ്ങളൊക്കെ ആയിട്ട്, ഞാനൊക്കെ 7 മാസം വരെ, ഞാനൊക്കെ പ്രഗ്നൻസി എന്ന് പറയുന്നത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല. കാരണം കിടന്ന കിടപ്പിലായിരുന്നു. എനിക്ക് എന്തോ മാരകമായ ഒരു രോഗാവസ്ഥ പോലെയായിരുന്നു ഞാനൊക്കെ എന്റെ ഗർഭകാലം കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. 7 മാസം വരെയും ഛർദിയും, ഹോസ്പിറ്റലിൽ പോവുക, ട്രിപ്പ് ഇടുക, പോരുക, വീണ്ടും പോവുക, ട്രിപ്പ് ഇടുക, പോരുക. ഇതിനിടയിൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഒന്നും കാണരുത്. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും വോമിറ്റ് ചെയ്യാൻ വരുന്ന ഒരു അവസ്ഥ. ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്, എങ്ങനെ ആ കുഞ്ഞിനൊരു ആരോഗ്യം ഉണ്ടാവും ഭഗവാനെ. കാരണം ഞാനൊന്നും കഴിക്കുന്നില്ല, എന്ത് കഴിച്ചാലും ഛർദിയാണ് എന്നുള്ളതൊക്കെ. കാരണം അന്ന് ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയില്ലാത്തൊരു കാലഘട്ടം. ഈ ലോ ഓഫ് അട്രാക്ഷനോ കാര്യങ്ങളോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ നെഗറ്റീവ്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയൊക്കെ ആയിരുന്നു അന്ന് കടന്നു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. പക്ഷെ ഇന്നിപ്പോ നമുക്ക് ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാനുണ്ട് എങ്കിൽ, ഞാൻ ഓർക്കുക ചെയ്തേ, ആരെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് അടുത്ത് പറഞ്ഞു തരാനോ, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇതുപോലെ യൂട്യൂബിലൂടെ ആണെങ്കിലും ഒക്കെ നമുക്കറിയാവുന്ന ഒരാൾ പറഞ്ഞു തരാണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ആ ഒരു അടുപ്പം വെച്ചുകൊണ്ട് മാത്രം പറയണം കേട്ടോ, വേറെ ഒരു രീതിയിലും അതിനെ തെറ്റായിട്ട് എടുക്കണ്ട കേട്ടോ. പിന്നെ അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആരോഗ്യമൊക്കെ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, രാവിലെ എഴുന്നേൽക്കുന്ന വഴിയെ നിങ്ങൾ ഈ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവർക്കും കേട്ടോ. ഞാൻ ആദ്യത്തെ കാറ്റഗറിയും പറയാൻ വിട്ടുപോയതാണ്. ഇപ്പൊ ഉള്ളതിന് നിങ്ങൾ നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എഴുന്നേൽക്കുക. അത് ഏത് സമയമായിക്കോട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ ഉറക്കം കഴിഞ്ഞ് നിങ്ങൾ എണീക്കേണ്ട രാവിലെ 9 മണിക്കായിരിക്കും. കാരണം ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ കിടന്നപ്പോ 5 മണി ആയിട്ടുണ്ടാവുമായിരിക്കും. എന്തെങ്കിലും ഈ പറയുന്ന പോലെ മസിൽ പെയിനോ, മസിൽ കയറിയിട്ടൊക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകള്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാത്രി കുഞ്ഞ് കുറച്ചുകൂടെ 8-9 മാസമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന്റെ തൊഴിയും ചവിട്ടും ഒക്കെ കാരണം രാത്രി ഒന്നും ശരിക്കും ഉറങ്ങാനായിട്ട് പറ്റണില്ല. ചിലപ്പോൾ ശ്വാസം മുട്ടല് കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവരൊന്ന് ഉറങ്ങുമ്പോൾ രാവിലെ 6 മണിയാണെങ്കിൽ നോ പ്രോബ്ലം. നമ്മൾ എപ്പോ കണ്ണ് തുറന്ന് ആ ഒരു ഉറക്കം മയക്കൊന്ന് വിട്ടു വരുന്ന സ്റ്റേജ്, അപ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് എണീക്കുക. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഞാന് പ്രസവിക്കുന്നതിന്, എനിക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പ്രഗ്നന്റ് ആയിട്ടുള്ളവര് മെഡിറ്റേഷൻ ചെയ്യുക കേട്ടോ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. അതായത് ബെഡ് ടൈം, കിടക്കാൻ പോകുന്നതിന്, അപ്പൊ ചിലപ്പോൾ ഉറങ്ങിയെന്ന് വരില്ല, എന്നാൽ പോലും ആ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് കേൾക്കുന്ന വളരെ നല്ലതാണ്. ചെറിയ മ്യൂസിക് ഉണ്ട്, സബ്ലിമിനൽസ് ഒക്കെ നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേൾക്കുന്ന ടൈം കേട്ടോ, കിടക്കുമ്പോൾ മൊബൈൽ ഫോണ് കാര്യങ്ങളൊന്നും നിങ്ങൾ ബെഡിൽ വെക്കുകയേ വേണ്ട. പക്ഷെ ആ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫ്ലൂട്ട് മ്യൂസിക് എന്ന് ഗൂഗിളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ചെറിയൊരു ഓടക്കുഴൽ നാദം, അതുപോലെ ഈ ചെറിയൊരു വെള്ളച്ചാട്ടമില്ലേ, അരുവി, അതിന്റെ ഒക്കെ ഒരു സൗണ്ട് ഉണ്ട്, നേരത്തെ ഒരു സൗണ്ട്. അതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് നിങ്ങൾ വെറുതെ കണ്ണടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് കൈ രണ്ടും നിങ്ങളുടെ വയറില്, നിങ്ങളുടെ പൊന്നോമനെ തലോടിക്കൊണ്ട് നിങ്ങൾ ഇരുന്നാ മതി. വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ അതിനോട് സംസാരിക്കുക, മനസ്സുകൊണ്ട് നിങ്ങൾ അതിനോട് സംസാരിക്കുക. ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ. ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ഒരു കോൺസെൻട്രേഷൻ, അറ്റാച്ച്മെന്റ്,
കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഭയങ്കര ബഹളം അങ്ങനത്തെ ഇതിലല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ വലിയ പ്രശ്നക്കാരനായിട്ടുള്ള കുഞ്ഞിലല്ല പറഞ്ഞത്. പക്ഷെ എന്തിലും ഏതിലും ഒരു മിതത്വം പാലിക്കുന്ന രീതിയിൽ ഒരു കുഞ്ഞിനെ വാർത്തെടുക്കാനായിട്ട് ആ ഒരു മെഡിറ്റേഷൻ ഒരുപാട് സഹായിക്കും. സയന്റിഫിക്കലി പ്രൂവ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അമ്മയും ആ കുഞ്ഞും തമ്മിലുള്ള ആ ഒരു ധ്യാനത്തിൽ സമയത്തുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, ആ കുഞ്ഞിനോട് അമ്മ ഇങ്ങനെ, അത് മെഡിറ്റേഷന്റെ ടൈമിൽ മാത്രമല്ല, അല്ലാത്ത സമയത്തും നിങ്ങൾ ആ വയറിൽ കൈവച്ചുകൊണ്ട് മെല്ലെ തലോടി കുഞ്ഞിനോട് സംസാരിക്കുക. അതായത് ആ കുഞ്ഞ് വന്നു കഴിയുമ്പോൾ അതിനോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് മാത്രം, പോസിറ്റീവ് അഫർമേഷൻ ആയിട്ട് അതിന് കൊടുത്തു നോക്കൂ. ഒരുപാട് മാറ്റം വരും തലമുറയിൽ വരുത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഗർഭിണികളായിട്ടുള്ള എല്ലാ അമ്മമാരും, കാരണം ഗർഭസ്ഥ അവസ്ഥയില് എന്താണ് ആ കുഞ്ഞ് അതിനെ ഫീൽ ചെയ്യുന്ന, ആ ഒരു പൊക്കിൾ കൂടി ബന്ധം എന്ന് പറയില്ലേ, അമ്മ ശ്വസിക്കുന്നത്, അമ്മ കഴിക്കുന്ന ഭക്ഷണം, അമ്മയുടെ വിചാരങ്ങളെല്ലാം കുഞ്ഞ് ക്യാപ്ചർ ചെയ്യും. പുറത്ത് നടക്കുന്ന എല്ലാ ബഹളങ്ങളും കാര്യങ്ങളും കുഞ്ഞ് കേൾക്കും. കുഞ്ഞിന് കേൾക്കാൻ പറ്റില്ല എന്നൊന്നുമല്ല, അത് കേൾക്കുന്നുണ്ടെല്ലാം, അത് അറിയുന്നുണ്ടെല്ലാം, അതിന് ഫീൽ ചെയ്യുന്നുണ്ടെല്ലാം. അപ്പോ അതിനോട് കൊടുക്കുന്നതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ടൈമിൽ നിങ്ങൾ TV, ന്യൂസ്, സീരിയല്, സിനിമ ഇതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കൂ. റീഡിംഗ് ഹാബിറ്റ്, നല്ല നല്ല പുസ്തകങ്ങൾ എടുത്ത് നിങ്ങൾ വായിക്കുക. എപ്പോഴാണോ നിങ്ങളുടെ ഫ്രീ ടൈം വായിക്കുക. മൊബൈൽ ഫോണിൽ ഒരുപാട് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ നിങ്ങൾ തന്നെ ഒരു ടൈം വെച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കാണാം. പക്ഷെ കാണുന്നതിലൂടെ എന്തെങ്കിലും പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന ഒരു കാര്യം മാത്രം സെർച്ച് ചെയ്ത് നിങ്ങൾ എടുക്കുക. നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നും അല്ലാത്ത പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്തെടുക്കുക. റീഡിംഗ് ഹാബിറ്റ് ഒരുപാട് ഗുണം ചെയ്യും. മറ്റു വേറെ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റിങ്ങും ചെയ്യാം. ഇത്രയൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകളെ ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ഈ പറയുന്ന സ്ക്രിപ്റ്റിങ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് വാവ വന്ന ശേഷമുള്ള കാര്യങ്ങൾ ഇതെല്ലാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതിനോട് സംസാരിക്കുക, റീഡിംഗ് ഹാബിറ്റ് കൊണ്ടുവരിക, മെഡിറ്റേഷൻ, ഇത്രയും ചെയ്യുക. അപ്പൊ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ രാത്രിയിൽ നല്ലൊരു ഉറക്കം കിട്ടാനായിട്ട് കാരണമാകും. പിന്നെ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഞാൻ മറന്നുപോയൊരു കാര്യമുണ്ട്, എക്സസൈസ് ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും ഗർഭിണികള്. പണ്ടുള്ളവര് പറയാറില്ലേ, കുനിഞ്ഞു നിന്ന് മിറ്റടിക്കണ, അത്രയ്ക്കൊന്നും പറഞ്ഞില്ലെങ്കിലും നടത്തമാണ് ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ ആ ടൈമിൽ ചെയ്യുക. ഒരിടത്ത് ഇരുന്ന അങ്ങനെ തന്നെ ഇരിക്കുക, കിടക്കുക. അതാ ഞാൻ പറഞ്ഞ എടുത്ത് വീണ്ടും പറയുന്ന, മറ്റൊരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ, ഇപ്പൊ ഫുൾ ടൈം വോമിറ്റിങ് കാര്യങ്ങളും ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പിട്ട് വന്ന് ഒക്കെ ക്ഷീണമായിട്ട് കിടക്കുക, എണീക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ കിടക്കുന്ന ഒരാളോട് പോയിട്ട് അത് ചെയ്യുന്ന പറഞ്ഞാൽ നടക്കില്ല. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇത്തരം കാര്യങ്ങൾ, ഛർദി കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനും ഈ ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുകയാണ്. എനിക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് സാധിക്കുന്നു, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു, കുഞ്ഞിന്റെ കാര്യങ്ങൾ എനിക്ക് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയുള്ളവർക്കൊക്കെ രാവിലെ തന്നെ കുളി കാര്യങ്ങളൊക്കെ ശീലമാക്കുക. നിങ്ങളെ പ്രാർത്ഥനാ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തുക. ഇങ്ങനെയുള്ള നല്ലൊരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനകത്ത് ഞാനിപ്പോ ടൈം കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഗ്രാറ്റിറ്റ്യൂഡ് മസ്റ്റാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പോലെ തന്നെ അഫർമേഷൻ നിങ്ങൾ ബുക്കിൽ ആ ടൈമിൽ നിങ്ങൾക്ക് എഴുതുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ പോലും നിങ്ങളത് മെഡിറ്റേഷൻ ആയിട്ടിരിക്കുന്ന സമയത്ത് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ നിങ്ങളുടെ കുഞ്ഞിനോട് പാസ് ചെയ്യുക. അല്ലാതെ ഇരിക്കുമ്പോഴും നിങ്ങൾ സംസാരിക്കുക കുഞ്ഞിന്റെ അടുത്ത്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് അവരുടെ അച്ഛന്മാരുടെ അടുത്താണ്. ആ കുഞ്ഞിന്റെ അടുത്ത് കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം തീർച്ചയായിട്ടും. കാരണം ഏറ്റവും കൂടുതൽ ഒരു ഗർഭിണിക്ക് കെയറിങ് കിട്ടേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഭർത്താവിൽ നിന്ന്. അപ്പോ ആ കുഞ്ഞും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ കുഞ്ഞിന്റെ അടുത്തും അമ്മയുടെ അടുത്തുമായിട്ട് ഒരുപാട് സമയം അവരും കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇപ്പൊ പ്രസവം കഴിഞ്ഞ് കുഞ്ഞുവാവയായിട്ടിരിക്കുന്നവർക്ക് എങ്ങനെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ റുട്ടീൻ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് പറ്റുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, വാവയായിട്ടിരിക്കുന്ന സമയത്ത് രാവിലെ 4:30 എണീക്കണം, 5 മണിക്ക് എണീക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ 5 മണിക്കും കണ്ണു തുറന്നിരിക്കുന്നുണ്ടാവും. കാരണം കുഞ്ഞെപ്പോഴാണ് ഒന്ന് മൂത്രമൊഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനെ വിശക്കും, വീണ്ടും അതിന് പാൽ ഊട്ടണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്കും, പിന്നെ വേദുകുളി കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക്, അപ്പൊ ആ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും നല്ലത് ഒരു 3 മാസമൊക്കെ കുഞ്ഞിനായിട്ട്
അങ്ങനെയാണെങ്കിൽ തുടങ്ങിയാൽ മതി. അതുവരെയുള്ള സ്റ്റേജിൽ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. എപ്പോഴാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ അടുത്ത് ഇതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ കൊടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയൊക്കെ തന്നെ ആ ടൈമിൽ ചെയ്താൽ മതിയാകും. അതിനുശേഷം ഈ 3 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പതിവ് പോലെയുള്ള ചിട്ടകൾ നിങ്ങൾക്ക് പോകാം. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴാണോ രാവിലെ എഴുന്നേൽക്കുന്ന സമയം, ആ എഴുന്നേറ്റ് കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ കുഞ്ഞു ഉള്ളപ്പോൾ നിങ്ങൾക്ക് അത് പറ്റിയെന്ന് വരില്ല. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡിന് ശേഷം മെഡിറ്റേഷൻ, അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കുഞ്ഞിനെ ഉറക്കി കിടത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് കണ്ണടച്ചിരുന്ന് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കുറയ്ക്കാനായിട്ട് ആ ടൈമിൽ ഏറ്റവും സഹായിക്കും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകൾ ചെയ്യുന്നത്. വേറെ ടെക്നിക്കുകളൊന്നും ഇപ്പൊ ഈ വാട്ടർ മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ 555 369 17 സെക്കൻഡ് റൂളോ ഒന്നും നിങ്ങൾ അവിടെ ചെയ്തില്ലെങ്കിലും ഗർഭിണി ആയിട്ടിരിക്കുന്നവരും ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ചെറിയ ഭാവിയായിരിക്കുന്നവരും ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ, ഈ 4 കാര്യങ്ങൾ മാത്രം നിങ്ങളിപ്പോ ഫോളോ ചെയ്ത് വന്നാൽ മതിയാകും. അതിനുശേഷം മതി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെ നേടാനായിട്ടാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്. കാരണം മനസ്സെപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളതാണല്ലോ ആ ടൈമിൽ ചെയ്യേണ്ട ഒരു കാര്യം. കാരണം ആ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നിട്ട് പാല് കൂട്ടുമ്പോഴാണ് കുഞ്ഞിലേക്കും ആ ഒരു പോസിറ്റിവിറ്റി വരുന്നത്. എപ്പോഴും പാല് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് പിടിച്ചു കഴിഞ്ഞിട്ട് പാല് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മുഖത്തേക്ക് നോക്കുക, കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വേണം. അതായത് ഒരിടത്ത് നമ്മൾ ഫോണിൽ ഇങ്ങനെ നോക്കി സ്ക്രോൾ ചെയ്തുകൊണ്ട് കുഞ്ഞ് കയ്യിലുണ്ടാവും, കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളിവിടെ ഫോണിൽ സ്ക്രോൾ ചെയ്തോ അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടോ ഒന്നും ഇരിക്കാതെ ആ പാല് കൂട്ടുന്ന സമയം അത്രയും നമ്മുടെ ഫോക്കസ് ആ കുഞ്ഞിന്റെ മുഖത്തായിരിക്കണം. നമ്മൾ മറ്റേ കൈകൊണ്ട് അതിന്റെ നെറുകന്തലയിലും കയ്യിലും പുറത്തും ഒക്കെ ആയിട്ട് കാലിലും ഒക്കെ ആയിട്ടൊന്ന് തലോടി അതിനോട് മെല്ലെ, അതായത് ആ ഒരു സ്നേഹം പങ്കിട്ടുകൊണ്ടാണെങ്കിലുണ്ടല്ലോ, ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ് അങ്ങനെയുള്ള കുഞ്ഞിന് മരണം വരേക്കും അതിന്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആ ഒരു റിലേഷൻഷിപ്പിന് വാല്യൂ കൽപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെ ആയിരിക്കും. അതിനകത്ത് ഒരു സംശയവുമില്ല. കാലം എത്ര മാറി മറിഞ്ഞാലും ശരി, ആ അമ്മ അച്ഛൻ എന്ന ഒരു ബന്ധത്തിന് വില കൽപ്പിക്കുന്ന കുഞ്ഞു മക്കള് ആയിരിക്കും അവരന്നും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കാട്ടോ. വലിയ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ വലിയ റൊട്ടീൻ കാര്യങ്ങളായിട്ട് സമയമായിട്ടൊന്നും പറയാത്തത്. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻ, വിഷ്വലൈസേഷൻ നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ആ ഉറങ്ങി എണീക്കുമ്പോൾ കുഞ്ഞും ഉറക്കമാണ് എന്നുള്ള സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് നിങ്ങൾക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. വേറെ കാര്യങ്ങളായിട്ടുള്ള ടെക്നിക്കുകൾ, കാരണം ഈ 55x5 ഒക്കെ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും കുഞ്ഞ് ചിലപ്പോൾ കരയുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ ഉള്ളപ്പോഴുണ്ടല്ലോ, അമ്മമാര് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന സമയം, അമ്മമാർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്തായിരിക്കും കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നതും കുഞ്ഞ് കരയുന്നതും എല്ലാം, അതിന് പാല് കുടിക്കാൻ ധൃതിയാവുന്നതും എല്ലാം. അപ്പൊ അതൊക്കെ മറന്നേക്കുക. നമ്മൾ ആ കുഞ്ഞിന്റെ അടുത്തുള്ള സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ അതെല്ലാം ആസ്വാദികരമാക്കുക. കാരണം ഇപ്പോഴും ഞാൻ പറയണേ, ഇത്രയും വലിയ മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോ ഇപ്പൊ അതൊക്കെ മിസ് ചെയ്യാണ് ആലോചിക്കുമ്പോൾ. നമ്മൾ കുറെ വലുതായി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ആ കാലമൊക്കെ മാറി മറിഞ്ഞു അല്ലെ. ഇതൊന്നും തിരിച്ചു കിട്ടാത്ത നിമിഷങ്ങളാണ്. അതുകൊണ്ട് ഓരോ നിമിഷവും ജീവിതത്തിൽ എന്ത് ചെയ്യുക, ആസ്വദിക്കുക. അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്